നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമ്മുടെ ലോകത്ത് പിടിപെട്ടിരിക്കുന്ന ഒരു മഹാമാരിയായ യുദ്ധത്തെക്കുറിച്ചാണ്. യുദ്ധവും സമാധാനവും. യുദ്ധം തുടങ്ങിയാൽ പിന്നെ സമാധാനം അകലെയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എല്ലാ രാജ്യങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും അനിശ്ചിതാവസ്ഥ തുടരുകയും ചെയ്യും. ജനങ്ങൾ തമ്മിൽ വാക്കേറ്റങ്ങളും തർക്കങ്ങളും നടക്കുകയും പല രാജ്യങ്ങളിലും നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഇന്റർനെറ്റ് പോലുള്ള കാര്യങ്ങൾ നിഷേധിക്കുകയും പരസ്പര ആശയവിനിമയം പോലും നടത്താനുള്ള അവകാശം പൊതുജനങ്ങൾക്ക് തരാതെയും രാഷ്ട്രത്തലവന്മാർ തമ്മിൽ ഏറ്റുമുട്ടാതെ പൊതുജനങ്ങളെ നിരപരാധിയായവരെ മാത്രം യുദ്ധത്തിനിരയാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തലവന്മാർ അവരുടെ അധികാരത്തിന് വേണ്ടി മാത്രം, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം യുദ്ധം ഉണ്ടാക്കുകയും പൊതുജനങ്ങളെ, നിരപരാധിയായവരെ, കുട്ടികളെ, ഡോക്ടർമാരെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളെ, വിദ്യാലയങ്ങളെ എല്ലാം ആക്രമിച്ച് കൊല്ലുന്നു. ഇത് പൊതുജനങ്ങളുടെ മേൽ അല്ലെങ്കിൽ നിരപരാധികളായ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ യുദ്ധം അടിച്ചേൽപ്പിക്കാതെ അല്ലെങ്കിൽ യുദ്ധത്തിന് അവരെ ഇരയാക്കാതെ, ഈ യുദ്ധം ആർക്കാണോ വേണ്ടത്, രാഷ്ട്രത്തലവന്മാർക്കാണ് യുദ്ധം വേണ്ടത്, അവർ തമ്മിലായിക്കൂടെ? അതല്ലേ ഏറ്റവും നല്ലത്. യുദ്ധം സമാധാനത്തിന്റെ മറവിൽ ഒരുങ്ങുന്ന കൂട്ടക്കുരുതിയാണ്. ഇരയാക്കപ്പെടുന്നത് നിരപരാധികൾ, അധികാരമോഹത്തിന്റെ വിഷപ്പാമ്പുകളാണ്. യുദ്ധം ഒരു ശാശ്വത പരിഹാരമല്ല ഒരിക്കലും. അടുത്ത ദുരന്തത്തിനുള്ള ഇടവേള മാത്രമാണ്. കുരുക്ഷേത്രം മുതൽ ഗാസ വരെ തോക്കുകൾ വിശപ്പടക്കുന്നത് മനുഷ്യരക്തം കൊണ്ടാണ്. സമാധാനം വെറുമൊരു മരീചികയാണ്. അടുത്ത യുദ്ധത്തിനുള്ള തിര നിറയ്ക്കലാണ് ഓരോ ഉടമ്പടിയും ഇന്നുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. അകലെയുള്ള യുദ്ധം ചർച്ചാ വിഷയം അരികിലെത്തുമ്പോൾ അത് ജീവിതമായി മാറുകയാണ്. യുദ്ധം സമാധാനത്തിന്റെ മറവിൽ ഒരുങ്ങുന്ന കൂട്ടക്കുരുതിയാണ്. യുദ്ധഭൂമി ലോകത്തിന്റെ ഏത് കോണിലായാലും യുദ്ധം എന്നത് ആഗ്രഹിക്കാത്തവരെ പോലും തേടിയെത്തുന്ന ഒരു മഹാമാരിയായി മാറിയിരിക്കുകയാണ്. നമ്മളാരും യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല. നമ്മളെയാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. അതിർത്തികളിൽ ശത്രുക്കൾ പരസ്പരം ആക്രോശിക്കുമ്പോഴും വെല്ലുവിളിക്കുമ്പോഴും അതിന്റെ ആദ്യ ഇരകളാകുന്നത് യുദ്ധം വെറുക്കുന്ന സാധാരണക്കാരെന്ന ക്രൂരമായ യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത്. ഓരോരുത്തരും മനസ്സിലാക്കുക. ഇരയാക്കപ്പെടുന്ന നിരപരാധികൾ വിവേചനമോ ദാക്ഷിണ്യമോ ഇല്ലാത്ത തീഗോളങ്ങളായി യുദ്ധം പെയ്തിറങ്ങുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളെ കരിയിച്ചും വൃദ്ധരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആശ്രയങ്ങൾ തകർത്തും സ്ത്രീകളുടെ ഉപജീവന മാർഗങ്ങൾ എന്നേക്കുമായി അടച്ചും യുദ്ധം അതിന്റെ നരനായാട്ട് തുടരുന്നു. നിലവിളിക്കാൻ പോലും സമയം നൽകാതെ സഹായത്തിനായി നീട്ടുന്ന കൈകളെ വെട്ടിമാറ്റിക്കൊണ്ട് ശത്രു ബോംബിന്റെ ചീളുകൾ ജനതയെ നിശബ്ദമാക്കുന്നു. ഒരു തുള്ളി വെള്ളത്തിനായി കേഴുമ്പോൾ വരണ്ട തൊണ്ടകളെ കീറി മുറിച്ചുകൊണ്ട് മിസൈലുകൾ ചീറിപ്പായുന്നത് നമുക്ക് കാണാം. അധികാരമോഹത്തിന്റെ വിഷപ്പാമ്പുകൾ, മനസ്സാക്ഷി കുത്തില്ലാത്ത അക്രമകാരികൾ തങ്ങളുടെ അധികാരമോഹവും ധനാർത്ഥിയും മറച്ചുവെക്കാൻ മതം, ജാതി, രാഷ്ട്രീയം എന്നിവയെ ആയുധമാക്കുന്നു. ഭയവും ദുരാഗ്രഹവുമാണ് ഓരോ യുദ്ധത്തിനും പിന്നിലുള്ള പ്രേരണാശക്തിയെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇടവേളകൾ, അടുത്ത ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പ്, ഓരോ യുദ്ധത്തിനിടയിലും കാണപ്പെടുന്ന നിശ്ചിത ഇടവേളകൾ യഥാർത്ഥത്തിൽ സമാധാനത്തിനായിട്ടുള്ള അത് മാത്രമല്ല, ഒരിക്കലും സമാധാനം തരുന്നില്ല. മറിച്ച് അടുത്ത ഘട്ടത്തിനായുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണ്. ആയുധശേഖരണം
വിശക്കുന്ന തോക്കുകളിൽ തിര നിറയ്ക്കാനും മിസൈലുകളുടെ ശേഷി വർദ്ധിപ്പിക്കാനും ഈ സമയം അവർ ഉപയോഗിക്കുന്നു. മനഃശാസ്ത്രപരമായ നീക്കങ്ങൾ എന്താണെന്നറിയാമോ ഇതിലെ? തളർന്നു നിൽക്കുന്ന സൈനികർക്ക് ദേശഭക്തി എന്ന ലഹരി കുത്തിവെച്ച് അവരെ വീണ്ടും യുദ്ധസജ്ജരാക്കുന്നു. നഷ്ടക്കണക്കുകൾ നോക്കിയാൽ അവർക്ക് വെറും വിനോദം മാത്രമാണ്. മരിച്ചവരെ കരിയിലകളെ പോലെ നീക്കം ചെയ്യാനും ലാഭനഷ്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കി ഊറ്റം കൊള്ളാനുമാണ് ഭരണകൂടങ്ങൾ ഈ സമയം വിനിയോഗിക്കുന്നത്. തീർച്ചയായും അത് നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ടതാണ്. ശാശ്വത സമാധാനം ഒരു മരീചികയാണ്. ചരിത്രത്തിൽ ഇന്നുവരെ ഒരു യുദ്ധവും ശാശ്വതമായ സമാധാനം ഉറപ്പുവരുത്തിയിട്ടില്ല. എവിടെ നോക്കിയാലും കുരുക്ഷേത്രം മുതൽ ഗസയും പാലസ്തീനും ഇറാനും ഇസ്രായേലും വരെ നീളുന്ന യുദ്ധചരിത്രം നമ്മളോട് പറയുന്നത് അകലെയുള്ള സമാധാനം എന്നത് അടുത്ത യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഇടവേള മാത്രമാണ്. യുദ്ധം അകലെയാണെങ്കിൽ നമുക്ക് വെറും ഒരു ചർച്ചാ വിഷയമോ അല്ലെങ്കിൽ പൊള്ളയായ സഹതാപമോ പ്രകടിപ്പിക്കാനുള്ള വേദിയോ ആയിരിക്കാം. എന്നാൽ അത് നമ്മുടെ തൊട്ടരികിലെത്തുമ്പോൾ ചിരി മായുകയും ഭാവം മാറുകയും ഭയവും അമ്പരപ്പും നമ്മെ പാതി തളർത്തുകയും ചെയ്യുന്നു. നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ അടുത്ത യുദ്ധത്തിനായി ലോകം കാത്തിരിക്കുമ്പോൾ മാനവികത തോറ്റുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഓരോരുത്തരും ഈ യുദ്ധത്തെ നമ്മുടെ രാഷ്ട്രതലവന്മാർ അപലപിക്കുകയും യുദ്ധത്തിന് രാഷ്ട്രതലവന്മാരോട് യുദ്ധം നിർത്താനുള്ള മെസ്സേജുകൾ കൈമാറുകയുമാണ് വേണ്ടത്. മാർപ്പാപ്പ പോലും യുദ്ധങ്ങൾ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് കൈമാറാൻ തുടങ്ങുന്നത്. ഇതെല്ലാം ഇതിനു മുമ്പേ ഈ രാഷ്ട്രങ്ങൾ ആലോചിക്കണമായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ജൂതന്മാരുടെ ആക്രമണങ്ങളാണ് ഏറ്റവും വലുതായി നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂതന്മാരെ കുറിച്ച് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ്. പല മതഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കപ്പെട്ടതാണ്. അവർ ചതിയന്മാരാണ്, ചതിക്കും എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായും അറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കുക. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ഇതിനുള്ള ഒരു മറുപടി പറയുക. നമസ്കാരം.